തൃശൂർ ചേലക്കര അന്തിമഹാകാളൻകാവ് വേലയ്ക്കെതിരെ സമൂഹമാധ്യമത്തിൽ വിദ്വേഷ പരാമർശം നടത്തിയ കേസിൽ ബി.ജെ.പി നേതാവ് അറസ്റ്റിൽ. പുലാക്കോട് മണ്ഡലം പ്രസിഡന്റ് വി ഗിരീഷിനെയാണ് അറസ്റ്റ് ചെയ്തത്. വിവരങ്ങളുമായി സൂരജ് സജ്ജീരുന്നു. സൂരജിനറിയാം, കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ അന്തിമഹാകാളൻകാവ് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വിഷയം പോലുമായിരുന്നു. ഇതെന്താണ് ആ വേലയെപ്പറ്റി, ഒരുപാട് പേർ ആരാധിക്കുന്ന ആ വേലയെപ്പറ്റി വിദ്വേഷ പ്രചരണം നടത്താൻ ബി.ജെ.പി നേതാവിന് പ്രചോദനമായത്? എന്താണ് അയാൾക്ക് പ്രശ്നം, സൂരജ്? ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് വേളയിൽ ഏറ്റവും വലിയ ചൂടേറിയ ചർച്ചയായത് ഈ അന്തിമഹാകാളൻകാവ് വേലയുമായി ബന്ധപ്പെട്ട വെടിക്കെട്ട് അടക്കമുള്ള വിഷയങ്ങളായിരുന്നു. അത് CPM-നെയും LDF-നെയും പ്രത്യേകിച്ച് വെട്ടിലാക്കുന്ന ഒരു സംഭവമായിരുന്നു. അതിനുശേഷം ഇത്തവണ ഈ വെടിക്കെട്ട് നടത്തുന്നതിന് വേണ്ടി UR പ്രദീപ് MLA അടക്കം രംഗത്തിറങ്ങിക്കൊണ്ട് സജീവമായി ഇടപെടുകയും കോടതി ഇടപെടൽ അടക്കം നേടിക്കൊണ്ടാണ് ഈ വെടിക്കെട്ട് അടക്കം നടത്താൻ സാധിച്ചത്. ഇതിനിടയിലാണ് അന്തിമഹാകാളൻകാവ് വേലയ്ക്കെതിരെ BJP-യുടെ പുലാക്കോട് മണ്ഡലം പ്രസിഡന്റായിട്ടുള്ള വി ഗിരീഷ് ഈ ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയയിൽ ഈ ചില വിദ്വേഷ പരാമർശങ്ങൾ പങ്കുവെക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പ് വഴിയായിരുന്നു ഈ വിദ്വേഷ പരാമർശങ്ങൾ പങ്കുവച്ചത്. പങ്ങാരപ്പള്ളി ദേശക്കാരൻ എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ ഈ അനൂപ് മങ്ങാട് എന്ന പേരിൽ വേലയ്ക്കും വെടിക്കെട്ടിനുമെതിരെ സന്ദേശങ്ങൾ, അത് നമുക്ക് പുറത്തു പറയാൻ കഴിയുന്ന സന്ദേശങ്ങളല്ല, അത്തരം ഭിന്നിപ്പുണ്ടാക്കുന്ന സന്ദേശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. സംഭവത്തിന് പിന്നാലെ ഈ വേലയുടെ കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികൾ തന്നെ ചേലക്കര പോലീസിൽ പരാതി നൽകുകയും ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ സൈബർ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് BJP-യുടെ മണ്ഡലം പ്രസിഡന്റാണ് ഈ ഇത്തരത്തിൽ വിദ്വേഷ പരാമർശം പങ്കുവച്ചതെന്ന് കണ്ടെത്തുകയായിരുന്നു. അതേ തുടർന്നാണ് ഇപ്പോൾ ഈ പോലീസ് ഈ പ്രതിയെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഈ വേല ദിവസം, അതായത് വെടിക്കെട്ട് നടക്കാനിരിക്കുന്ന സമയത്ത് ഈ ADM-ന് മറ്റൊരു വ്യക്തിയുടെ പേരിൽ ഒരു പരാതി അടക്കം ലഭിച്ചിരുന്നു. ഒരു ഉമ്മക്കത്തിന്റെ മോഡലിൽ ഒരു പരാതി അടക്കം ADM-ന് ലഭിച്ചിരുന്നു വെടിക്കെട്ട് നടത്തരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. അത്തരത്തിൽ പല ഈ വെടിക്കെട്ട് നടത്താതിരിക്കുന്നതിന് വേണ്ടി പല ശ്രമങ്ങളും ഉണ്ടായി. അതിനിടയിലാണ് ഈ വിദ്വേഷ പരാമർശം സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. എന്തായാലും ആ പരാതിയിന്മേൽ കേസെടുത്തിരിക്കുന്നു. BJP-യുടെ മണ്ഡലം പ്രസിഡന്റിനെ അറസ്റ്റിലായിരിക്കുന്നു. ഹാഷ്മി, BJP-യുടെ മണ്ഡലം പ്രസിഡന്റ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട അവിടുത്തെ നേതാവാണ്. അപ്പോൾ അയാൾ തന്നെ നേർക്കുനേർ ഒരുപാട് പേർ പങ്കെടുക്കുന്ന ഒരു നാടിൻ്റെ സംസ്കാരം എന്ന മട്ടിലുള്ള ഒരു വേലയ്ക്കെതിരെ പ്രവർത്തിക്കുന്നു എന്നൊക്കെ പറയുന്നത് അവിടുത്തെ BJP നേതൃത്വം പറയുന്നത് എങ്ങനെയാണ്? എന്താണ് പ്രതികരണം, സൂരജ്? ഹാഷ്മി, ഇതുവരെയും ഇതേക്കുറിച്ച് BJP നേതൃത്വം ഒന്നും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. പക്ഷേ BJP വെട്ടിലാക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം ഈ അന്തിമഹാകാളൻകാവ് വേല ആദ്യഘട്ടത്തിൽ മുതൽ, കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് വേളയുടെ ആദ്യഘട്ടത്തിൽ മുതൽ ഇതൊരു പ്രചാരണ വിഷയമായി ഉയർത്തിക്കൊണ്ടുവന്ന BJP ആയിരുന്നു. അങ്ങനെ ഈ ആചാരത്തിനും വെടിക്കെട്ടിനും ഒക്കെ വേണ്ടി അണിനിരന്ന BJP-യുടെ മണ്ഡലം പ്രസിഡന്റ് തന്നെ ഇത്തരത്തിലൊരു വിദ്വേഷ പരാമർശവുമായി വരുന്ന ഒരു സാഹചര്യം അത് ഒട്ടും അനുശാസ്യമായിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെയാണ് ഈ വേലക്കമ്മിറ്റിക്കാർ ഈ രാഷ്ട്രീയത്തിന് അതീതമായി തന്നെ ഈ വിഷയത്തിൽ ഒരു നടപടി ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസിനെ സമീപിക്കുന്നത്. പക്ഷേ ആ അന്വേഷണം എത്തി നിന്ന് BJP-യുടെ മണ്ഡലം പ്രസിഡന്റ് ആയിട്ടുള്ള വി ഗിരീഷിനെതിരെയാണ് എന്നുള്ളതാണ്. എന്തായാലും പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ വേലക്കമ്മിറ്റിക്കാർ ചൂണ്ടിക്കാണിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ വെടിക്കെട്ട് അവസാന നിമിഷവും വലിയ അനിശ്ചിതത്വം നിറഞ്ഞായിരുന്നു ഇക്കുറിയും. അതിനിടയിൽ ADM-നടക്കം മറ്റൊരാളുടെ പേരിൽ ഒരു കത്ത് ലഭിച്ചു. അതുപോലും ഈ ഗിരീഷാണോ എന്നൊരു സംശയം ഈ പ്രദേശവാസികളും ഈ കമ്മിറ്റിക്കാരും അടക്കം പങ്കുവെക്കുന്നുണ്ട്. ഇതിനിടയിലാണ് ഈ വേല കലക്കാൻ എന്താണ് ഇയാൾക്ക് താല്പര്യം, സൂരജ്? ഇപ്പോൾ ഇത്തരത്തിൽ കുത്തുതിരിപ്പുണ്ടാക്കി കുൽസിത പ്രവർത്തനം നടത്തി ഊമക്കത്തെഴുതി വ്യാജമായ വാട്സപ്പിൽ ഇല്ലാത്ത പ്രചരണം നടത്തി വേല കലക്കാൻ ഇയാളുടെ എന്താണ് ഇയാൾക്ക് പ്രശ്നം? ഹാഷ്മി, അത് തന്നെയാണ് വലിയ സംശയമായി. അതായത് ഇതിന്റെ പിന്നിലുണ്ടായ ചേതോവികാരം എന്ന് സംബന്ധിച്ച് ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. പോലീസ് പക്ഷേ ഇത് വളരെ ഗൗരവത്തോടു കൂടി തന്നെ എടുക്കുകയാണ്. കാരണം ഇത് കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പ് വിഷയമായ ഒരു സാഹചര്യമാണ്. അതിനുശേഷം പുതിയ MLA, അതായത് UR പ്രദീപ് അവിടെ ജയിച്ചു കയറുന്നു. സ്വാഭാവികമായും UR പ്രദീപിന് മുന്നിലുണ്ടായിരുന്ന ഒരു കടമ്പ എന്ന് പറയുന്നതും ഈ അന്തിമഹാകാളൻകാവ് വേല നടത്തിയെടുക്കുക എന്നുള്ളതായിരുന്നു. ഇക്കുറി ഈ ജില്ലാതലത്തിൽ ജില്ലാ ഭരണകൂടം ഈ വെടിക്കെട്ടിന് അനുമതി നിഷേധിക്കുകയും ചെയ്തു. പിന്നീട് കോടതിയെ സമീപിച്ചാണ് ഈ വെടിക്കെട്ടിന് അനുമതി നേടിയെടുക്കാൻ ഈ വേലക്കമ്മിറ്റികൾക്ക് കഴിഞ്ഞത്. ഈ ജില്ലാ ഭരണകൂടം ഈ അന്തിമ അനുമതി നിഷേധിച്ചതിന് പിന്നിൽ പോലും ഈ ഒരു പ്രത്യേക വേറൊരു വ്യക്തിയുടെ പേരിൽ നൽകിയ കത്ത് അത് അടിസ്ഥാനമായി പരിഗണിച്ചു എന്ന് വേണം നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അതിനിടയിലാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി ഇത്തരത്തിൽ പുറത്ത് പറയാൻ കഴിയാത്ത തരത്തിലുള്ള വിദ്വേഷ പ്രചാരണമാണ് നടത്തിയത്. അത്തരത്തിൽ വ്യാപകമായുള്ള ഒരു വിദ്വേഷ പ്രചാരണം, ഭിന്നിപ്പുണ്ടാക്കുക, ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുക എന്ന ശ്രമത്തോടു കൂടി തന്നെ നടത്തിയ പ്രചാരണമാണ്. ഇതോടുകൂടിയാണ് ഈ വേല കോർഡിനേഷൻ കമ്മിറ്റി, അതായത് രാഷ്ട്രീയത്തിന് അതീതമായി തന്നെ അവർ ഒന്നിക്കുന്നു. അത് പല രാഷ്ട്രീയത്തിൽപ്പെട്ട ആളുകളുണ്ട്. അവർ ഒന്നിച്ചുകൊണ്ട് ഒരു പരാതി നൽകുകയായിരുന്നു. ആ പരാതിയിന്മേലാണ് ചേലക്കര പോലീസ് വിശദമായ അന്വേഷണം നടത്തുന്നത്. ആ സമയത്താണ് ചേലക്കര പോലീസ് അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. നാടിന്റെ മഹോത്സവങ്ങളാണ് അതൊക്കെ. അതിനെയൊക്കെ കുളവാക്കാനും ഏതെങ്കിലും തരത്തിൽ അലമ്പുണ്ടാക്കാനൊക്കെ നോക്കുന്നവന്മാർ അകത്ത് കിടക്കട്ടെ. അപ്പോൾ എന്താണ് ഇയാളുടെ അതിനുള്ള പ്രചോദനം എന്നുകൂടി പോലീസ് കണ്ടുപിടിക്കട്ടെ.